ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ധ്രുവ് ബേബീനെ നമ്മുടെ തൃശ്ശൂരുള്ള സൂവിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മളൊരു ഉച്ച കഴിഞ്ഞിട്ടാണ് ചെന്നത്. ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കയറി. സത്യം പറഞ്ഞാൽ ധ്രുവ് ബേബിയുടെ മൂഡ് തീരെ ഓക്കെ ആയിരുന്നില്ല. കാരണം അവൾ ഉറക്കപ്പിച്ചിലും ഉറക്കം ശരിയാവാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡും കഴിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു കയറി ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം ഉള്ളിൽ കയറാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അവൾ കൂട്ടാക്കണ്ടായപ്പോൾ ഞാൻ ഫുഡ് അടക്കം ഉള്ളിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവർ പറഞ്ഞു ബേബി ഫുഡാണ്, പിന്നെ അവിടെ കളയാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവർ കയറ്റി. അപ്പോൾ ഞാൻ എന്താ ബേബീനെ ഓരോന്നൊക്കെ കാണിച്ചിട്ടൊക്കെ കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. കാരണം അവളൊന്നും രാവിലെ കഴിച്ചതായിരുന്നു, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ അവൾ കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കയറി ചെന്ന വഴിക്ക് നമ്മൾ കുറേ ബേഡ്സിനാണ് കണ്ടത്. അപ്പോൾ കുറേ ബേഡ്സൊന്നും ഇപ്പോൾ സത്യത്തിനോട് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ ധ്രുവ് ബേബിക്ക് ഒരു ബുക്കുണ്ട്, അതിൽ ബേഡ്സ് ആനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അവർക്കതൊക്കെ കണ്ട് ഇവരൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ തത്തുമ്മ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. പക്ഷെ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ലാസ്റ്റ് അവിടെ ഒരു കുട്ടികൾ കളിക്കാൻ വേണ്ടി ചെറിയൊരു പാർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ പാർക്കിലേക്ക് കയറി. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നപ്പം പോലൊക്കെ ഇത്തിരി സന്തോഷമൊക്കെ ആയി. ഇപ്പോൾ കുറച്ചൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ അധികം നിർബന്ധിക്കാൻ മേലെ കുറച്ചൊക്കെ ഒന്ന് അവളുടെ ക്ഷീണം മാറാനുള്ള ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ നിർത്തി. അതിൻ്റേതാണ് ആ ഡ്രസ്സിമൊക്കെ കാണുന്നത് കേട്ടോ, ഫുഡ് കഴിപ്പിച്ചതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിന് ശേഷം ചെറിയൊരു വാശിയിലും കൂടിയാണ്. അപ്പം അധികം അവൾ നിർബന്ധിക്കാനൊന്നും ഞാൻ പോയില്ല. അപ്പോൾ അതോടുകൂടി മൂപ്പരിൽ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ചേച്ചിമാർ ചേട്ടന്മാർ കണ്ടപ്പോൾ തന്നെ മൂപ്പരിൽ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോൾ ധ്രുവ് ബേബി ആദ്യമായിട്ടായിരിക്കും ഒരു പാർക്കിലോട്ട് ഇങ്ങനെ വരുന്നത്. വന്നിട്ടുണ്ട്, അവൾ മുന്നേ പോയിട്ടുണ്ട്, ഇരിങ്ങാലക്കുടയിലുള്ള ഒരു പാർക്കിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കളിക്കാൻ അല്ലെങ്കിൽ അവളെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇപ്പോഴാണ് കേട്ടോ. കാരണം അവൾക്ക് പണ്ട് അതിനുള്ള ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അവിടെ ഒരു ഡക്ക് ഇങ്ങനെ കറങ്ങുന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് അവളതിനെ ഇരുത്തി അച്ഛനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി, മുഖത്ത് ഇത്തിരി ചിരിയൊക്കെ വന്നു. ഞാൻ പറഞ്ഞ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി ചിരിയൊക്കെ മുമ്പിലേക്ക് വന്നു. അപ്പം അച്ഛനും മോളും മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കണം. അപ്പം നമ്മൾ മെയിനായിട്ട് ധ്രുവ് ബേബീനെ ഇവിടേക്ക് കൊടുന്ന് വെച്ചാൽ അവളെ ആനിമൽസിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതായത് അവൾ കുറേ ആനിമൽസിനെയും ബേഡ്സിനൊക്കെ ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള ജീവജാലങ്ങളോട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി അവളുടെ ബർത്ത്ഡേ ഞാൻ ചെയ്തത് ഒരു ആനിമൽ അല്ലെങ്കിൽ ഒരു ജംഗിൾ തീമിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഓൾറെഡി അവിടെ നിന്ന് അവളെ അച്ഛൻ പൊക്കിയെടുത്തു കേട്ടോ. കാരണം അവൾക്ക് അവിടെ നിന്ന് വരാൻ ഭയങ്കര മടിയായിട്ടായിരുന്നു ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഒന്നല്ല. അപ്പോൾ പോണ പോക്കിൽ അവിടുത്തെ ഒരു സ്ലൈഡ് കണ്ടു. അപ്പോൾ എന്തായാലും അതിലും കൂടി അവളൊന്ന് സ്ലൈഡ് ചെയ്യിപ്പിക്കാൻ വെച്ചിട്ട് ചേട്ടൻ കൊണ്ടുപോകണം. മൂപ്പരുടെ മുഖത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ട്, ഉറക്കം കിട്ടാത്തതിൻ്റെയും കുറേ വിശപ്പിൻ്റെയൊക്കെയാണ്. മുഖം ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നേരം വഹിച്ചില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞല്ലോ ആനിമൽസിനെ വേഗം കാണിച്ചു കൊടുക്കണമായിരുന്നു അവൾക്ക്. അവൾ ചിത്രങ്ങളിൽ കണ്ട ആനിമൽസ് അല്ല, നേരിട്ട് ആനിമൽസിനൊന്നും കാണില്ല, ലൈവായിട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു മെയിൻ എയിം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയമൊക്കെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്, കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ടൂർ വരുന്ന സ്ഥലമാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഫാമിലിയോടൊപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം അതുപോലെ തന്നെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പുറത്തുനിന്നും ഇതുപോലെ തന്നെ പിള്ളേരും ഒക്കെ ടൂറ് അതുപോലെ സ്റ്റഡി ടൂറൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പം നമുക്കറിയാം പണ്ടത്തെ പോലത്തെ അത്ര ആനിമൽസുകളൊന്നും ഇപ്പം ഇല്ല. അപ്പം എന്തൊക്കെ ഇനി ധ്രുവക്കുട്ടി കാണാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമമൊക്കെ പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മാനുകളെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ധ്രുവ് ബേബി ബുക്കിലും മാനിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും അത്ര ഇൻട്രസ്റ്റഡ് അല്ല മാനിൻ്റെ കേസിൽ കേട്ടോ. പക്ഷേ മറ്റ് മൃഗങ്ങളാണ് കൂടുതലും കുട്ടികൾക്ക് ഇഷ്ടം. അപ്പോൾ എന്നാലും അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആനിമൽ, ഒരു ജീവി. അപ്പോൾ മൂപ്പർക്ക് അത് അറിഞ്ഞാൽ മതി. ഇപ്പം അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും മൂപ്പർക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അവൾക്ക് ആളെ കണ്ടപ്പോൾ അവരെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ മുഖത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രസന്നതൊന്നും അല്ലെങ്കിൽ ആഹ്ലാദമൊന്നും കാണുന്നില്ല. അത് അവളുടെ ആ ഒരു മൂഡ് ഓഫ് കാരണം മാത്രമാണ്. പക്ഷേ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂണ്ടി കാണിക്കുകയാണ്, അവിടെ മാൻ നിൽക്കേണ്ടത്, അവിടെ നിൽക്കേണ്ടതൊക്കെ കാണിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പേര് മിഥുൻ. അപ്പോൾ ഇത് ഒരൊറ്റ ഒന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ അങ്ങോട്ട് നടന്നു. ഇനി ഈ വഴി കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു കേട്ടോ. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ ഇതിലൂടെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ വർത്താനം പറഞ്ഞു പോയതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു.
അപ്പോൾ കുറേയൊക്കെ സ്പേസസ് വെറുതെ കാലിയായി കിടക്കുകയാണ്, മറ്റു മൃഗങ്ങളൊന്നും ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഒരു എമ്മുവിൻ്റെ പോത്ത്, അതിൽ തന്നെ സ്പീഷ്യലി പെട്ട വേറൊരു പക്ഷിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും നടന്നു, ബാക്കി പിന്നെയും കാലിയായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാരാണ് കേട്ടോ, അവിടെ എല്ലാവരും ഇതാ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതങ്ങനെ കടുവേനെ കണ്ടു കേട്ടോ, എല്ലാവരും അതിന് ചുറ്റും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല കേട്ടോ ആദ്യം. അപ്പോൾ ധ്രുബേബിക്ക് അറിയാം കടുവേനെ കേട്ടോ. അപ്പോൾ കടുവക്കുട്ടീനൊക്കെ പറഞ്ഞ് നമ്മളൊരു ചിത്രമൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ പേരൊക്കെ ചുറ്റും നിന്നിട്ട് അതിനങ്ങനെ പ്രൊവോക്കുന്ന രീതിയിൽ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അതും പിന്നെ ഓരോ സൗണ്ടും ഇങ്ങോട്ട് തിരിച്ചു വിടുന്നുണ്ട്. അങ്ങനെ ഈ സൈഡ് എത്തിയപ്പോൾ ഇതാ ശരിക്ക് ആ കടുവ അതിങ്ങനെ പാസ് നല്ല ഭംഗിയിൽ പോയിട്ടാണ്. അപ്പോൾ ധ്രുവബി അത് കാണുകയും ചെയ്തു. അപ്പോൾ എനിക്ക് സന്തോഷമായി. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുട്ടായ കാരണം ഈ പിള്ളേർക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ച് കാണണ്ടേ, നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കാണാൻ എളുപ്പമല്ല, ഭയങ്കര. ഇപ്പോൾ ഇത് അപ്പുറത്ത് സിംഹമുണ്ട്, അതിനെ കാണാനേ ഇല്ല, ഇതിൻ്റെ അടിയിലൂടെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ധ്രുവബേബിയും കറക്റ്റ് കണ്ടില്ല എന്ന് തോന്നുന്നു, കാരണം അത് അങ്ങ് അകലേ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതിൽ കൂടെ കാണാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ ഞാൻ സിംഹത്തിൻ്റെ ഒക്കെ ഓരോ സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ധ്രുവബേബി. ഇപ്പോൾ എല്ലാ ദിവസവും കാണുന്ന ഒരു സംഭവമാണ്. അവൾ സിംഹത്തിൻ്റെ സൗണ്ട് വരെ അനുകരിക്കും, പക്ഷെ അവൾക്കത് കറക്റ്റ് കാണാൻ പറ്റിയില്ല, അതൊരു സങ്കടമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ ഒരു കേജും കൂടി ഉണ്ട്, അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പക്ഷെ അവിടെ ആൾക്കാരില്ല, പക്ഷേ ഒരാളവിടെ കിടക്കുന്നുണ്ട്, അത് ആരും ശ്രദ്ധിച്ചില്ല, ഞങ്ങൾ മാത്രം അത് കണ്ടുള്ളൂ. കാരണം അവിടെ തീർന്നു വെച്ചിട്ട് കുറേ പേരൊന്നും അങ്ങോട്ട് ചെല്ലണില്ല എൻ്റെലേക്ക്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഒരാളിങ്ങനെ വളരെ ക്ഷീണിതനായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ തിരക്കൊന്നുമില്ലാത്ത കാരണം ഞങ്ങൾ സൂമൊക്കെ ചെയ്ത് കുറച്ച് നല്ല വിശാലമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് അവിടെ എത്തിയപ്പോൾ. ധ്രുവബേബിയും പറഞ്ഞ പോലെ തന്നെ ഇതിന് സൂം ചെയ്തെടുത്ത കാരണമാണ് ധ്രുവബേബി അത് എത്രത്തോളം കണ്ടു എന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താ മങ്കീസ്, കുരങ്ങന്മാരെ ഭയങ്കര കുരങ്ങൂട്ടം ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കുരങ്ങിനെയും കണ്ടു. പക്ഷേ ധ്രുവബേബിയുടെ മുഖത്ത് ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കണ്ടു കുറച്ചുകൂടി നല്ല മൂടുള്ള ദിവസമായിരുന്നു, നന്നായേനെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യം പിള്ളേരുടെ മൂടൽ എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ അങ്ങനെ മങ്കീസിനെയും കണ്ടു. പിന്നെ കുറച്ച് ബേഡ്സുകൾ അവിടെ വെറൈറ്റി ബേഡ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ചുമ്മാ ഞാൻ അതിൻ്റെ പേര് സ്വർണ്ണക്കോഴി, നമ്മുടെ ധ്രുവബേബിനെ വേറെ വിളിക്കുന്ന വേറെ പേരാണ് സ്വർണ്ണം കേട്ടോ. അപ്പോൾ അതുപോലെ സ്വർണ്ണക്കോഴി എന്നൊരു സംഭവം കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ചേട്ടനെ വന്നിട്ട് വീട്ടിൽ പോയിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കുറേ നേരം ഒന്നും നിന്നങ്ങനെ കാണാനുള്ള സമയമില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ കുറച്ച് സ്പീഡപ്പാക്കി. പിന്നെ അവിടെ ഉള്ളത് ഇതെന്തിൻ്റെ പേര് പ്രത്യേക പേരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ വായിക്കാൻ പറ്റാത്ത കാരണം അങ്ങനെ വേഗം വീഡിയോ എടുത്ത് പോയിട്ടാണ്. പിന്നെ ഉള്ളതൊരു മുതലക്കോളാണ്. അപ്പം മിക്കവാറും ഞാൻ വരുമ്പോൾ ഈ മുതലേനെ ഞാൻ അവിടെ കാണാറില്ല. പക്ഷേ ഇന്നെന്തോ ഭാഗ്യവശാൽ സാധനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമൊന്നും പെട്ടെന്ന് കണ്ടില്ല, ഒരു കറുത്ത കളറിലായ കാരണം കുറേ കഴിഞ്ഞ് വീഡിയോ എടുത്തപ്പോഴാണ് ഇതാ സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് കേട്ടോ. അങ്ങനെ പിന്നെ ഇനി ലാസ്റ്റ് സൂര്യ കാണാനുള്ളത് എല്ലാവർക്കും അറിയുന്ന പോലെ പാമ്പുകളാണ്. അപ്പോൾ പാമ്പുകളെ ധ്രുവബേബി കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ അത്യാവശ്യം ഒരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു, അത് കാരണം പിന്നെ നമ്മളധികം ലേറ്റ് ആക്കിയില്ല, അവിടെ കയറണം ചേട്ടൻ പറഞ്ഞു. പിന്നെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇതാ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി ചേട്ടന് ഇഷ്ടപ്പെട്ട ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.